കമ്പനിയിൽ കണ്ടതുപോലെ ഈ വരുന്ന SLC എക്സാമിന് 2, 4, 6, 7 മാർക്കിന് എത്രത്തോളമാണ് നിങ്ങൾ എഴുതേണ്ടത്? ഓരോ മാർക്കിനും ഒരു കറക്റ്റ് കണക്കുണ്ട് മക്കളെ, എത്രത്തോളം എഴുതണം എന്നുള്ളത് കേട്ടോ. നമുക്ക് നോക്കാം. എടാ ഹൗ മെനി പേജസ് വി ഷുഡ് വി യൂസ് എന്ന് പറയാം. എത്രത്തോളം നമ്മൾ പേജസ് എന്ത് ചെയ്യണം, എഴുതാൻ വേണ്ടി യൂസ് ചെയ്യണം. ശരിക്കും നോക്കാം. ഒന്നാമത്തെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, 1 വേർഡിലോ 1 വരിയിലോ, ഒന്നെങ്കിൽ 1 വരിയിൽ ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ 1 വേർഡിൽ എന്ത് ചെയ്യുക, അത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ പിന്നെ രണ്ടാമത്തത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവന്റ് ഇൻവിറ്റേഷൻ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്കിന്റെ ഇവിടെ നോക്കിക്കോ, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സൈസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്യണം, എന്താ ഇതിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏകദേശം നിങ്ങൾ 4 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു അര പേജ് നിങ്ങൾ എഴുതുക. എത്ര എഴുതണം? ഒരു അര പേജ് നിങ്ങൾ എന്തായാലും 4 മാർക്കിന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ 5 മാർക്കാണ് അര പേജ് പറയാറുള്ളത്, പക്ഷേ നിങ്ങൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു അര പേജ് ആകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇവന്റ് ഇൻവിറ്റേഷൻ കറക്റ്റ് ഒരു ഓർഡർ ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ആ റേഞ്ചിൽ ഉണ്ടാവും, ചിലപ്പോൾ ഇതിലാറ് ഉണ്ടാവും കേട്ടോ. ഇത്രയെങ്കിലും നിങ്ങൾ മിനിമം എഴുതണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ 5 മാർക്കിന് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്രിസിയേഷൻ. എല്ലാ എക്സാമിനും കൺഫേം ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്രിസിയേഷൻ. അപ്രിസിയേഷനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതാ ഒരു അര പേജ് എന്നാണ് അപ്രിസിയേഷന് പറയാനുള്ളത്. നിങ്ങൾ ഇതാണ് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ എന്നുണ്ടെങ്കിൽ ഒരു 3/4 പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഉദാഹരണം പിന്നെ എല്ലാവരുടെയും റൈറ്റിംഗ്സ് പല പോലെ ആയിരിക്കും. അപ്പോൾ സാർ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കോളാം. ഇപ്പോൾ നിങ്ങളൊരു ഡയറി അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇതാണ്. ദെൻ ഇപ്പോൾ ഐ ആം ഗോയിങ് ടു ടൗൺ എന്ന് പറയുന്നുണ്ട്. ദെൻ I am then going to town, അതായത് 1, 2, 3. ഇപ്പോൾ ഞാൻ വലുതാക്കിയത് കൊണ്ട് ഈ ഒറ്റ വരിയിൽ എത്ര വേർഡ്സാണ് കൊണ്ടത്? 3 വേർഡ്സാണ് കൊണ്ടത്. മാക്സിമം ഒരു സിംഗിൾ ലൈനിൽ 6 വേർഡ് കൊണ്ട രൂപത്തിൽ ചെയ്ത് 6 വേർഡ് എന്ന് പറയുമ്പോൾ ഐ ആം ഗോയിങ് ടു ടൗൺ ഫോർ ടു ബൈ എ വെജിറ്റബിൾ, അതൊരു വരിയിലാകുമ്പോൾ ഏകദേശം 6 വേർഡായി. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 80 വേർഡിൽ നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ 80 വേർഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 7 മാർക്കിൻ്റെ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഏകദേശം എന്തെങ്കിലും 80 വേർഡിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ഒറ്റ ലൈനിൽ നമുക്ക് ഇതാം. ഇപ്പോൾ സാർ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒറ്റ വരിയിൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഐ ആം ഗോയിങ് ടു മാർക്കറ്റ് ടു ബൈ ഫ്രൂട്ട്സ് അല്ലേ, ടു ബൈ ഫ്രൂട്ട്സ്. അതിൽ ഐ ആം ദെൻ ഗോയിങ് ടു മാർക്കറ്റ് ടു ബൈ ടു ബൈ ഫ്രൂട്ട്സ്. 1, 2, 3, 4, 5. ഇപ്പോൾ ഒറ്റ ലൈൻസിൽ എന്തുണ്ട്, 5 വേർഡ്സ് കിട്ടി. ഇങ്ങനെ നമ്മൾ എന്താ 80 വേർഡ് ആവണമെങ്കിൽ എത്ര ലൈൻ എഴുതണം? 5 വരെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതേപോലത്തെ 10 വരെ നമുക്ക് എന്ത് ചെയ്യും, 50 വേർഡ് കിട്ടും അല്ലേ. ഇനി വീണ്ടും എന്ത് ചെയ്യണം, 3 ലൈൻസും കൂടി കൂട്ടേണ്ടി വരും. മനസ്സിലായി? 3 അല്ല, ദെൻ നമ്മൾ എന്ത് ചെയ്യണം, 3 ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ലൈൻസ് എന്ത് ചെയ്യണം, ഇത് കൂട്ടേണ്ടി വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 80 വേർഡ് ആക്കാൻ പറ്റും. ഒരു മാക്സിമം സൈസ് നിങ്ങൾ എല്ലാവർക്കും ഒരു മാക്സിമം സൈസ് ഉണ്ടാവും. ആ സൈസ് ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതുക എന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ 5 മാർക്കിൻ്റെ അപ്രിസിയേഷൻ എഴുതുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് ചെയ്താൽ. ദെൻ അതിനുശേഷം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഒരു ക്യാരക്ടർ സ്കെച്ച് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എക്സാമ്പിളാണ്. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ 6 മാർക്കിന് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സൈഡ് മുഴുവനായിട്ട്, ആ ഒരു പേജ് ഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ആൻസർ ചെയ്താൽ വേണ്ടി ശ്രമിക്കണം. സാർ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഒരു വേർഡിന്റെ കണക്കിൽ നിങ്ങൾ എഴുതണം. ഒരു പാകത സൈസിൽ എന്ത് ചെയ്യുക, സെറ്റാക്കി നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പേജ് മുഴുവനായിട്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സൈഡാണ്. ഈ ഒരു സൈഡ് ഫുള്ളായിട്ട്, ഒരു സൈഡിനാണ് ഒരു പേജ് നമ്മൾ പറയാം. ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ചെയ്താൽ വേണമെങ്കിൽ ഒരു പേജ് എന്നാണ് പറയാറുള്ളത് മക്കളെ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാം, രണ്ടാമത്തെ പേജിന്റെ ആ തുടക്ക ഭാഗത്ത് 2-3 ലൈൻസും കൂടി എഴുതി കഴിഞ്ഞാൽ, എക്സ്ട്രാ എഴുതി കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു സേഫ് സോൺ ആണ്. അപ്പോൾ അങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ 7 മാർക്കിന് റിവ്യൂവിൻ്റെ ക്വസ്റ്റ്യനൊക്കെ 7 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 1.5 പേജ് ഇടാം. ഇതുപോലത്തെ ഒരു പേജും പിന്നെ ഇതുപോലത്തെ മറ്റൊരു പേജിൻ്റെ ഒരു ഹാഫും 1.5 പേജ് എന്നാണ് പറയാറുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ 1.25 പേജ് എഴുതുക. ഒരു പേജ് ഫുൾ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, രണ്ടാമത്തെ പേജിൽ 3/4 ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ സെറ്റാക്കുക. 7 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സെറ്റായിട്ട് എഴുതണം മക്കളെ. 1.5 പേജ് ഉറപ്പായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. ഇനി ഏതെല്ലാം മാർക്കിന് ഏതെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കും, 7 മാർക്കിന് ഏത് ക്വസ്റ്റ്യൻ ചോദിക്കും, 6 മാർക്കിന് ഏത് ക്വസ്റ്റ്യൻ ചോദിക്കും, ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് അറിയണമെങ്കിൽ ഇന്ന് രാത്രി കൃത്യം ഏറെ ലൈവിലേക്ക് വന്നോ. ഞാനും ഷാഫി സാർ നിങ്ങൾക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഇന്നത്തെ ലൈവിലേക്ക് വന്നോ, മറക്കണ്ട, A+ ഉറപ്പിക്കാം.